ഗുഡ് ആഫ്റ്റർനൂൺ 1 PM ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രജിൻ സി കണ്ണൻ. വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുന്നു. പത്തനംതിട്ടയിൽ സഹപാഠികൾ പീഡിപ്പിച്ചെന്ന 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയുടെ പരാതി വ്യാജമെന്ന് പോലീസ്. ലൈംഗിക അതിക്രമത്തിന് പെൺകുട്ടി ഇരയായിട്ടില്ലെന്ന് വൈദ്യപരിശോധനയിൽ തെളിഞ്ഞു. സഹപാഠി പ്രണയം നിരസിച്ചത് പരാതിക്ക് കാരണമായെന്ന് മാജിസ്ട്രേറ്റിന് മുൻപിൽ പെൺകുട്ടി മൊഴി നൽകി. കേസ് അവസാനിപ്പിക്കാനുള്ള നടപടികളിലേക്ക് പോലീസ് കടന്നു. 10 പേർ ചേർന്ന് പല സ്ഥലങ്ങളിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്നായിരുന്നു 13-കാരിയുടെ ആദ്യ മൊഴി. ചൈൽഡ് ലൈനിലും പോലീസിലും പെൺകുട്ടി ഇക്കാര്യങ്ങൾ പറഞ്ഞതോടെ പോലീസ് 2 FIR രജിസ്റ്റർ ചെയ്തിരുന്നു. പിന്നീട് പെൺകുട്ടിയെ വിശദമായി ചോദ്യം ചെയ്തപ്പോൾ മൊഴികളിൽ വൈരുദ്ധ്യമുണ്ടെന്ന് ബോധ്യപ്പെട്ടു. വൈദ്യപരിശോധനയിൽ പെൺകുട്ടി ലൈംഗികാതിക്രമത്തിന് ഇരയായിട്ടില്ലെന്നും വ്യക്തമായി. ഇതോടെയായിരുന്നു കസ്റ്റഡിയിലെടുത്ത പ്രായപൂർത്തിയാകാത്തവരെയടക്കം പോലീസ് വിട്ടയച്ചത്. 13-കാരിയുടെ മൊഴി വീണ്ടും എടുത്തപ്പോൾ പീഡനം നടന്നിട്ടില്ലെന്ന് പെൺകുട്ടി സമ്മതിച്ചു. മജിസ്ട്രേറ്റിനോടും പോലീസിനോടും ഇക്കാര്യങ്ങൾ തുറന്നു പറഞ്ഞതോടെ പരാതി വ്യാജമെന്ന് തെളിഞ്ഞു. സഹപാഠിയോടുള്ള പ്രണയ നൈരാശ്യമാണ് പരാതിക്ക് പിന്നിലെന്നും പെൺകുട്ടി പറഞ്ഞു. ഇതിൽ കൂടുതൽ അന്വേഷണത്തിന്റെ കാര്യമില്ലെന്നാണ് പോലീസ് വിലയിരുത്തൽ. കേസ് അവസാനിപ്പിക്കാനുള്ള നടപടികളിലേക്ക് പോലീസ് കടന്നു. ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടും കോടതിയിൽ സമർപ്പിക്കും. 24 പത്തനംതിട്ട. അമേരിക്കൻ കമ്പനിയായ കോറോ ഹെൽത്തിലെ തൊഴിലാളികളെ കൂട്ടത്തോടെ പിരിച്ചുവിട്ടതിൽ പ്രതിഷേധം ശക്തം. കേന്ദ്ര സർക്കാരിന്റെ ലേബർ കോഡാണ് പിരിച്ചുവിടലിന് കമ്പനിയെ പ്രേരിപ്പിച്ചതെന്ന് ഇടത് തൊഴിലാളി യുവജന സംഘടനകൾ കുറ്റപ്പെടുത്തി. സംസ്ഥാന തൊഴിൽ വകുപ്പ് സെക്രട്ടറി വിളിച്ച ഒത്തുതീർപ്പ് ചർച്ച നാളെ നടന്നേക്കും. നഷ്ടപരിഹാരമായി 3 മാസത്തെ ശമ്പളം നൽകിയാൽ നോട്ടീസ് വേണ്ട എന്ന വ്യവസ്ഥ ചൂണ്ടിക്കാട്ടിയാണ് പിരിച്ചുവിടലിനെ കമ്പനി ന്യായീകരിക്കുന്നത്. ഒരു രാത്രി ഇരുട്ടി വെളുത്തപ്പോൾ അമേരിക്കൻ കോർപ്പറേറ്റ് സ്ഥാപനമായ കോറോ ഹെൽത്ത് എന്ന IT സ്ഥാപനത്തിലെ കോഴിക്കോട്, കൊച്ചി ബ്രാഞ്ചുകളിലെ 900 ജീവനക്കാരാണ് പെരുവഴിയിലായത്. ലേബർ കോഡിന്റെ ചുവട് പിടിച്ചാണ് 2.5 മാസത്തെ ശമ്പളം നൽകി നോട്ടീസ് പോലുമില്ലാതെയുള്ള പിരിച്ചുവിടൽ. സാമ്പത്തിക പ്രശ്നം പറയുന്ന കമ്പനി ചെന്നൈ, ബാംഗ്ലൂരു, ഹൈദരാബാദ് സംസ്ഥാനങ്ങളിലായി റിക്രൂട്ട്മെന്റ് തകൃതിയായി നടത്തുന്നുണ്ട് എന്നും കേരളത്തിലെ പിരിച്ചുവിടൽ ചൂണ്ടിക്കാണിച്ച് മറ്റുള്ളവരെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് എന്നും മുൻ ജീവനക്കാരൻ ജസീൽ അബൂബക്കർ 24നോട്. പ്രതിഷേധം ശക്തമാക്കാൻ തീരുമാനിച്ച CITU തൊഴിൽ സുരക്ഷയെ അട്ടിമറിച്ചുള്ള നീക്കത്തെ ചെറുക്കുമെന്നും പിരിച്ചുവിടൽ അംഗീകരിക്കില്ല എന്നും അറിയിച്ചു. ലേബർ കോഡ് നടപ്പിലാക്കി ഇതുപോലുള്ള ചെറിയ പ്രായത്തിലുള്ള യൗവനത്തെ, ഈ തൊഴിലാളികളെ, ജീവനക്കാരെ കൂട്ടപ്പിരിച്ചുവിടലിനുള്ള ഒരു വഴിയൊരുക്കി കൊടുക്കരുത്, അവസരമൊരുക്കി കൊടുക്കരുത്. കേരള സർക്കാർ നോക്കുകുത്തിയാകരുത് എന്നാണ് DYFI കേസ് സംബന്ധിച്ച് ആവശ്യപ്പെടാനുള്ളത്. തിങ്കളാഴ്ച ലേബർ കമ്മീഷന്റെ സാന്നിധ്യത്തിൽ ചർച്ച നടത്തി പരിഹരിക്കാമെന്ന് പറഞ്ഞ കമ്പനി അധികൃതർ പ്രശ്നം ഉടലെടുത്ത വെള്ളിയാഴ്ച രാത്രിയോടെ പണം ജീവനക്കാരുടെ അക്കൗണ്ടിൽ നിക്ഷേപിച്ച് മുഴുവൻ നീക്കങ്ങളെയും പിൻവലിച്ചു. നിലവിൽ ലേബർ കോഡ് അനുസരിച്ച് 300 ജീവനക്കാരിലേറെയുള്ള സ്ഥാപനത്തിൽ നോട്ടീസ് നൽകിയുള്ള നടപടികളെ പാടുള്ളൂ എന്നുണ്ടെങ്കിലും നിയമവഴിയേക്കാൾ സമവായത്തോടെ പരിഹാരം കാണാൻ മാത്രമേ സർക്കാരിനും സാധിക്കൂ. ലാൽകൃഷ്ണ, 24 കൊച്ചി. അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവന കൊള്ളയിൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾ. സംഭാവനയെ നൽകിയ 5 കോടി രൂപ വില വരുന്ന സ്വർണ്ണ രാമചരിതമാനസ് കാണാനില്ലെന്ന പരാതിയുമായി മുൻ ആഭ്യന്തര സെക്രട്ടറി S. ലക്ഷ്മി നാരായണൻ രംഗത്തു വന്നു. വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ രാമജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റിന്റെ നിർണായക യോഗം നാളെ ചേരും. 2024 മുൻ ആഭ്യന്തര സെക്രട്ടറി S. ലക്ഷ്മി നാരായണൻ അയോധ്യ രാമക്ഷേത്രത്തിൽ രാമചരിതമാനസം സമർപ്പിച്ചത്. 147 കിലോയോളം ഭാരമുള്ള രാമചരിതമാനസത്തിൽ 522 പേജുകൾ സ്വർണം പൂശിയതാണ്. 5 കോടി രൂപ വില വരുന്ന രാമചരിതമാനസം കാണാനില്ലെന്നാണ് പരാതി. സംഭാവന നൽകുമ്പോൾ തനിക്ക് രസീത് നൽകിയിരുന്നില്ലെന്നും ട്രസ്റ്റിനെ വിവരമറിയിച്ചിട്ടും തൃപ്തികരമായ മറുപടി ലഭിച്ചില്ലെന്നും S. ലക്ഷ്മി നാരായണൻ പറയുന്നു. തുടർന്ന് പ്രത്യേക അന്വേഷണ സംഘത്തിന് ഇത് സംബന്ധിച്ച വിവരങ്ങൾ കൈമാറി. സംഭാവന കൊള്ളയിൽ റിമാൻഡിൽ കഴിയുന്ന പ്രതികളെ അന്വേഷണ സംഘം വീണ്ടും ചോദ്യം ചെയ്തു. ട്രസ്റ്റ് മുൻ ജനറൽ സെക്രട്ടറിയും വിശ്വ ഹിന്ദു പരിഷത്ത് ഉപാധ്യക്ഷനുമായ ചമ്പത്രായുടെ വിശ്വസ്തൻ ടിനു യാദവ് ഉൾപ്പെടെ 5 പ്രതികളിൽ നിന്നാണ് വിവരങ്ങൾ തേടിയത്. ക്ഷേത്രത്തിൽ നിന്നും കൊള്ളയടിച്ച പണം ഉപയോഗിച്ച് പ്രതികൾ വീടും വസ്തുവും കാറും വാങ്ങിയതായി അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. അയോധ്യ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അരവിന്ദ് കെജ്രിവാൾ, പ്രിയങ്ക ഗാന്ധി തുടങ്ങിയ നേതാക്കൾ ഉന്നയിച്ച ആരോപണങ്ങളിൽ അന്വേഷണം ആവശ്യപ്പെട്ട വിശ്വ ഹിന്ദു പരിഷത്ത് അന്താരാഷ്ട്ര അധ്യക്ഷൻ അലോക് കുമാർ അയോധ്യ പോലീസിന് കത്ത് നൽകി. സംഭാവനാ വിവാദങ്ങൾക്കിടെ രാമജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് നാളെ യോഗം ചേരും. ചമ്പത്രായുടെ രാജി, ട്രസ്റ്റ് പുനഃസംഘടന ഉൾപ്പെടെ ചർച്ചയാകും. അതിനിടെ ചമ്പത്രായ്ക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും രാജി ട്രസ്റ്റ് അംഗീകരിക്കരുതെന്നും അയോധ്യ രാമക്ഷേത്രത്തിലെ മഠാധിപർ ആവശ്യപ്പെട്ടു. 24 ഡൽഹി.
മുംബൈയിൽ തീവ്ര മഴ തുടരുന്നു. ജൂലൈയിൽ കിട്ടേണ്ട മഴയുടെ 80% 4 ദിവസം കൊണ്ട് പെയ്തത്. വെള്ളക്കെട്ടിനൊപ്പം മരങ്ങൾ കടപുഴകിയുള്ള അപകടങ്ങളും ജനജീവിതം ദുരിതത്തിലാക്കി. ജൂലൈ 1 തുടങ്ങിയ പെരുമഴയാണ് 4 ദിനം കൊണ്ട് മാത്രം ഈ മാസം ലഭിക്കേണ്ട മഴയുടെ 80% പെയ്തിറങ്ങി. അതിശക്തമായ കാറ്റാണ് ഇപ്പോൾ വീശിക്കൊണ്ടിരിക്കുന്നത്. മുംബൈയിൽ കനത്ത മഴയ്ക്കൊപ്പം അതിശക്തമായ കാറ്റും ഉണ്ട് എന്നത് ആശങ്കയാണ്. കാരണം ഈ മരങ്ങൾ കടപുഴകി വീഴുന്ന സംഭവങ്ങൾ കഴിഞ്ഞ ദിവസം ഉണ്ടായി. ഇതിനോടകം തന്നെ 3 പേരുടെ ജീവൻ അതുമായി ബന്ധപ്പെട്ട് 2 ദിവസം കൊണ്ട് നഷ്ടമായ ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് ശക്തമായ കാറ്റ് വീശുമ്പോൾ അത് ആ തരത്തിൽ വലിയ ആശങ്കയാണ്. മാട്ടുങ്ക, ഘാട്കൂപ്പർ തുടങ്ങി പലയിടങ്ങളിലും മരം വീണ് വാഹനങ്ങൾ തകർന്നു. നഗരത്തിലെ പല മേഖലകളിലും വെള്ളക്കെട്ട് രൂക്ഷമാണ്. റോഡ്, റെയിൽ ഗതാഗതത്തെ സാരമായി ബാധിച്ചു. അന്തേരി സബ്വേ അടക്കം പല വഴികളിലും പോലീസ് ഗതാഗതം നിരോധിച്ചു. ഞാനിപ്പോൾ ഉള്ളത് അന്തേരി സബ്വേക്ക് തൊട്ടടുത്താണ്. ഇവിടെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം എത്ര കുത്തിയൊലിച്ച് ഏതാണ്ട് ഒരു പ്രളയജലം കുത്തിയൊലിച്ച് വരുന്നത് പോലെയാണ് ഇവിടെ വെള്ളത്തിന്റെ ഒഴുക്ക്. ഈ സബ്വേ അടച്ചു. അതായത് അന്തേരിയെ കിഴക്ക് പടിഞ്ഞാറ് ബന്ധിപ്പിക്കുന്ന സബ്വേ ആണ്. ബാണ്ഡൂപ്പിൽ റോഡ് ഒരു വശത്തേക്ക് ഇടിഞ്ഞു താഴ്ന്നു. ഒരു ടെമ്പോ വാൻ താഴേക്ക് പതിച്ചു. താനെയിലെ മുംബ്രയിൽ സ്കൂളിന്റെ മതിലിടിഞ്ഞു. അവധിയായതിനാൽ വൻ ദുരന്തം ഒഴിവായി. നവി മുംബൈയിലെ ബേലാപൂരിലും താനെയിലും കാലപ്പഴക്കം ചെന്ന കെട്ടിടങ്ങൾ തകർന്നു. മുംബൈക്ക് പുറമെ താനെ, പാൽഘർ, റായ്ഗഡ് തുടങ്ങി അയൽ ജില്ലകളിലും ഇന്നും നാളെയും റെഡ് അലർട്ടാണ്. മുംബൈയിൽ നിന്നും വരുൺ വടശ്ശേരിക്കരയ്ക്കൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ, 24. സർക്കാർ അറിയാതെയുള്ള വിഴിഞ്ഞം തുറമുഖ ഓഹരി കൈമാറ്റത്തിൽ നിലപാട് കടുപ്പിച്ച് പ്രതിപക്ഷം. സർക്കാരും അദാനി ഗ്രൂപ്പും തമ്മിൽ ഒത്തുകളിയെന്ന ആരോപണം ഉയർത്തി പ്രചാരണം ശക്തമാക്കും. മുഖ്യമന്ത്രിയെ പ്രതിക്കൂട്ടിലാക്കുന്ന തരത്തിലാകും പ്രചാരണം. കരാർ ലംഘനം നടത്തിയതിൽ അതൃപ്തി അറിയിച്ചതല്ലാതെ സർക്കാർ മറ്റ് നടപടികളിലേക്ക് ഇതുവരെയും കടന്നിട്ടില്ല. സർക്കാർ അറിയാതെയുള്ള വിഴിഞ്ഞം തുറമുഖ ഓഹരി കൈമാറ്റത്തിൽ സെബിക്കും സ്റ്റോക്ക് എക്സ്ചേഞ്ചിനും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ കത്തയച്ചതിനു പിന്നാലെ സർക്കാരിനെതിരെ പ്രചാരണം കടുപ്പിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. സർക്കാരും അദാനി ഗ്രൂപ്പും തമ്മിൽ ഒത്തുകളിയെന്ന ആരോപണം ഉയർത്തി പ്രചാരണം ശക്തമാക്കും. തുറമുഖം, നിയമം, ധനകാര്യം തുടങ്ങിയ പ്രധാനപ്പെട്ട വകുപ്പുകൾ കൈവശം വെക്കുന്ന മുഖ്യമന്ത്രി വി ഡി സതീശനെ പ്രതിക്കൂട്ടിലാക്കുന്ന തരത്തിലാകും പ്രതിപക്ഷ പ്രചാരണം. വി ഡി സതീശന്റെ മംഗളൂരു യാത്രയും ഇതിനോട് ചേർത്ത് വായിക്കുകയാണ് പ്രതിപക്ഷം. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നടക്കുന്ന കാര്യങ്ങൾ കോൺഗ്രസ് ഭരിക്കുന്ന കേരളത്തിലും നടക്കുന്നുവെന്ന് PA മുഹമ്മദ് റിയാസ്. ഇന്ത്യയിലെ മറ്റു സ്റ്റേറ്റ് ഗവൺമെന്റുകൾ, BJP ഭരിക്കുന്ന സ്റ്റേറ്റ് ഗവൺമെന്റുകൾ അദാനിക്ക് എങ്ങനെ ഇടപെടാൻ സൗകര്യമൊരുക്കുന്നുവോ അതിന് സമാനമാണ് കേരളത്തിലെ UDF ഗവൺമെന്റിന്റെ ഇടപെടലെന്നുള്ള ധ്വനിയിലുള്ള പ്രസ്താവനകൾ ഇപ്പോൾ വന്നു കഴിഞ്ഞു. ഇങ്ങനെ പ്രധാനപ്പെട്ട വകുപ്പുകൾ, ഇപ്പോൾ നിയമം, ധനകാര്യം, തുറമുഖം, ഇതെല്ലാം മുഖ്യമന്ത്രിയുടെ കൈകളിൽ വന്നത് കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. അതേസമയം അദാനി ഗ്രൂപ്പിന്റെ കരാർ ലംഘനത്തിൽ നടപടി സർക്കാർ അതൃപ്തിയിൽ ഒതുക്കി. ഓഹരി കൈമാറ്റത്തിന് അനുമതി നൽകുന്നത് എംപവേർഡ് കമ്മിറ്റി പരിശോധിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നെങ്കിലും യോഗം ചേർന്നിട്ടില്ല. വിഷയത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശനെതിരെ കോൺഗ്രസിലും പടയൊരുക്കം നടക്കുകയാണ്. 24 തിരുവനന്തപുരം. ഇപ്പോൾ ലഭിക്കുന്നൊരു വാർത്തയിലേക്ക്. ആനക്കൊമ്പ് കേസിൽ പൊതുമാപ്പ് പ്രയോജനപ്പെടുത്തി നടൻ മോഹൻലാൽ കൈവശമുള്ള ആനക്കൊമ്പിന്റെയും ആനക്കൊമ്പ് കൊണ്ട് തീർത്ത കരകൗശല വസ്തുക്കളുടെയും കണക്കുകൾ കൈമാറി. മലയാറ്റൂർ DFOയ്ക്കാണ് കണക്ക് കൈമാറിയത്. ഹൈക്കോടതി നിർദ്ദേശപ്രകാരമായിരുന്നു നടപടി. ലാൽ കൃഷ്ണ കൊച്ചിയിൽ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ലാൽ, ഏറെക്കാലമായി കോടതി വ്യവഹാരത്തിലുള്ള ഒരു കേസാണത്. ഇതിലിപ്പോൾ ഈ പൊതുമാപ്പ് ഏത് രീതിയിൽ പ്രയോജനപ്പെടുത്തി മോഹൻലാൽ എന്നാണ് മനസ്സിലാക്കേണ്ടത്? പ്രജിൻ, ഹൈക്കോടതിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം വന്യജീവികളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വസ്തുക്കൾ ഏതെങ്കിലും കൈവശം വെച്ചിരിക്കുന്നവർ നിയമ നടപടി നേരിടുന്നുണ്ടെങ്കിൽ അവർക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കണക്ക് വൈൽഡ് ലൈഫ് വാർഡന് സമർപ്പിച്ച് ഈ കേസിൽ നിന്ന് വിടുതൽ സ്വീകരിക്കാം എന്നൊരു നിർദ്ദേശം ഹൈക്കോടതി നൽകിയിരുന്നു. കഴിഞ്ഞ മാർച്ചിലാണ് ഇത് സംബന്ധിച്ച നിർദ്ദേശം വന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് ആനക്കൊമ്പ് വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മോഹൻലാലിന്റെ ഭാഗത്തുള്ള നീക്കം ഉണ്ടാകുന്നത്. മോഹൻലാലിന്റെ കൈവശമുള്ള 2 ആനക്കൊമ്പുകളുടെയും 13 കരകൗശല വസ്തുക്കളുടെയും കണക്കാണ് മലയാറ്റൂർ DFO മുമ്പാകെ സമർപ്പിച്ചിട്ടുള്ളത്. മലയാറ്റൂർ DFO ഇത് തുടർ നടപടികൾക്കായി മുന്നോട്ട് കൊണ്ടുപോകും. അതോടുകൂടി ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള നിലവിലുള്ള നിയമ നടപടികളിൽ നിന്ന് മോഹൻലാലിന് മോചനം നേടാം എന്നതിനോടൊപ്പം തന്നെ ഈ നിയമം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് മറ്റുള്ളവർക്കും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തുടർ നിയമ നടപടികളിൽ നിന്ന് രക്ഷ നേടാനും സാധിക്കും. പ്രതിപക്ഷ ഉപനേതൃ പദവിയെ ചൊല്ലിയുള്ള തർക്കത്തിൽ CPM-ൽ അഭിപ്രായ ഭിന്നത. വിഷയത്തിൽ മുന്നണിയിൽ ചർച്ചയില്ലെന്ന പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഇന്നലെ വ്യക്തമാക്കിയെങ്കിലും പ്രശ്നം സംസാരിച്ചു തീർക്കുമെന്നാണ് മുൻമന്ത്രി V ശിവൻകുട്ടിയുടെ പ്രതികരണം. വിഷയത്തിൽ പിണറായി വിജയന്റെ നിലപാടിനെതിരെ തുറന്നടിച്ച് CPI ഇന്നും രംഗത്തെത്തി. അതെല്ലാം കഴിഞ്ഞ കാര്യമാണ്. അതിനെപ്പറ്റി ഒന്ന് ആലോചിച്ച് നിങ്ങൾ ബുദ്ധിമുട്ടുണ്ട്. അതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അതൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല. അതൊക്കെ കഴിഞ്ഞ കാര്യമാണ്. മുന്നണിയിൽ നിൽക്കുന്ന വിഷയമല്ല. അതൊന്നും മുന്നണി ചർച്ച ചെയ്യേണ്ട കാര്യമല്ല.
ഇതൊന്നും മുന്നണിയിൽ ഒരു കാലത്തും ചർച്ച ചെയ്തിട്ടില്ല. മുന്നണിയിലൊക്കെ നിയതമായ ചില നടപടിക്രമങ്ങളുണ്ട്, കീഴ്വഴക്കങ്ങളുണ്ട്. അതിൽ നിന്നും വ്യത്യസ്തമായിട്ടൊന്നും മുന്നണി പോകില്ല. പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനം അവിടെ ചർച്ച ചെയ്തില്ല, മുന്നണി ചർച്ച ചെയ്തില്ല. അതേപോലെ സ്വാഭാവിക ഇതും. പ്രതിപക്ഷ ഉപനേതൃ പദവിയിലെ തർക്കത്തിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഇന്നലെ നൽകിയ മറുപടിയാണ് ഇത്. CPIയുമായി ഒരു ചർച്ചയ്ക്കുമില്ല, LDFിൽ ചർച്ച ചെയ്യുകയില്ല എന്നും പിണറായി തീർത്തു പറഞ്ഞു. എന്നാൽ CPIഎമ്മിൽ ഉൾപ്പെടെ ഇക്കാര്യത്തിൽ അഭിപ്രായ ഭിന്നതയുണ്ടോ എന്ന സംശയമാണ് ഇന്ന് മുൻമന്ത്രി വി ശിവൻകുട്ടി നടത്തിയ പ്രതികരണം വ്യക്തമാക്കുന്നത്. തമ്മിലുള്ള പ്രശ്നമല്ലേ, സംസാരിച്ച് തീർക്കും. നിങ്ങളുടെ ഉത്കണ്ഠയും പരിഹാരം കാണും. നിങ്ങളുടെ ഒരു വിഷമമുണ്ടല്ലോ, തീർത്തിരുന്നില്ല എന്നുള്ള വിഷമം, അതും അതിനും പരിഹാരം ഉണ്ടാവും. പിണറായി വിജയന്റെ നിലപാടിനെതിരെ ഇന്നും CPI നേതാക്കൾ രംഗത്തെത്തി. പിണറായി പറഞ്ഞത് പാർട്ടി നിലപാടാണോ എന്ന് CPIഎം വ്യക്തമാക്കണമെന്ന് CPI അസിസ്റ്റന്റ് സെക്രട്ടറി PP സുനീർ. അത് അടഞ്ഞ അധ്യായമല്ല. ഇടതുപക്ഷ മുന്നണിക്കകത്ത് ആ വിഷയം ചർച്ച ചെയ്യണമെന്നാണ് CPI ആവശ്യപ്പെട്ടുള്ളത്. അങ്ങനെ ഏകപക്ഷീയമായി അടക്കേണ്ട ഒരു വിഷയമല്ല എന്ന് തന്നെയാണ് CPIയുടെ നിലപാട്. ഇപ്പോഴും രാജ്യത്തിൻ്റെ ഭരണഘടന പോലും ഭേദഗതി ചെയ്യാൻ ആവശ്യമായ സാഹചര്യം ഉള്ളപ്പോൾ കീഴ്വഴക്കത്തിന് എന്ത് പ്രസക്തിയാണുള്ളത്? കീഴ്വഴക്കങ്ങളൊക്കെ മാറി മാറി വരാനുള്ളതാണല്ലോ. അതുകൊണ്ട് കീഴ്വഴക്കം എല്ലാ കാലത്തും പിന്തുടരേണ്ട ഒന്നല്ല, അത് മാറേണ്ട സാഹചര്യം ഉണ്ട് എന്നാണ് പാർട്ടി വിലയിരുത്തുന്നത്. പ്രതിപക്ഷ ഉപനേതൃ പദവി CPIക്ക് അടഞ്ഞ അധ്യായമല്ലെന്നും അടയ്ക്കാനും തുറക്കാനും LDF തന്നെ ചേരണമെന്നായിരുന്നു വിഷയത്തിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ പ്രതികരണം. 24 കാസർഗോഡ്. സണ്ണി ജോസഫ് മന്ത്രിയായതോടെ പുതിയ KPCC അധ്യക്ഷൻ ആര് എന്നതിൽ തീരുമാനമെടുക്കാൻ കഴിയാതെ കോൺഗ്രസ് നേതൃത്വം. മുഴുവൻ സമയ KPCC അധ്യക്ഷൻ വേണം എന്ന നിലപാട് മുതിർന്ന നേതാക്കൾ ശക്തമാക്കുന്നുണ്ട്. UDF KPCC യോഗങ്ങൾ ചേരുന്നതിലും അനിശ്ചിതത്വം തുടരുകയാണ്. പുതിയ സർക്കാരിന്റെ നയപരമായ തീരുമാനങ്ങളിൽ പാർട്ടിയുടെ നിലപാട് വൈകുന്നതിൽ ഒരു വിഭാഗം നേതാക്കൾ അതൃപ്തിയിലാണ്. കർണാടകയ്ക്കും തമിഴ്നാടിനും പിന്നാലെ കേരളത്തിലും അധ്യക്ഷമാറ്റം ഉണ്ടാകുമെന്ന വാർത്തകൾ പരന്നെങ്കിലും ഇപ്പോൾ വേണ്ട എന്ന തീരുമാനത്തിലാണ് ഹൈക്കമാൻഡ്. പുതിയ അധ്യക്ഷ സ്ഥാനത്തിനായി ജോസഫ് വാഴക്കൻ ഡൽഹിയിലെത്തി കോൺഗ്രസ് അധ്യക്ഷനെയും മറ്റു നേതാക്കളെയും കണ്ടെങ്കിലും ഉടൻ തീരുമാനം വേണ്ട എന്നാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ നിലപാട്. മുതിർന്ന നേതാക്കളായ ബെന്നി ബെഹനാനും കൊടിക്കുന്നിൽ സുരേഷും VS ശിവകുമാറും അധ്യക്ഷ സ്ഥാനത്തേക്ക് ചരടുവലികൾ നടത്തുന്നുണ്ട്. ചർച്ചകൾ നീളുന്നതിൽ മുതിർന്ന നേതാക്കൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. മുഴുവൻ സമയ അധ്യക്ഷൻ വേണമെന്നാണ് മുൻ KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ അഭിപ്രായം. പല പേരുകൾ ഉയർന്നു വരുന്നുണ്ടെങ്കിലും ഒരാൾക്ക് ഒരു പദവി മതിയെന്ന നിലപാടിലാണ് മുതിർന്ന നേതാക്കളുള്ളത്. KPCC UDF യോഗങ്ങൾ ചേരാത്തതിൽ യുവ നേതാക്കൾക്കിടയിലും അതൃപ്തി പുകയുന്നുണ്ട്. എന്നാൽ നിലവിലെ സാമുദായിക സമവാക്യങ്ങളിൽ മാറ്റം വേണ്ട എന്നാണ് ഒരു വിഭാഗം നേതാക്കൾ പറയുന്നത്. 24 തിരുവനന്തപുരം. 24 ബ്രേക്കിംഗ്. മുസ്ലിം ലീഗ് മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിനെ ചൊല്ലി പാർട്ടിയിൽ തർക്കമൊഴിയുന്നില്ല. സ്റ്റാഫ് നിയമനങ്ങളിൽ മന്ത്രിമാർ തന്നിഷ്ടം കാണിക്കുന്നുവെന്ന വിമർശനവുമായി MSF മലപ്പുറം ജില്ലാ കമ്മിറ്റി പ്രമേയം അവതരിപ്പിച്ചു. പാർട്ടിയുടെ അച്ചടക്കത്തെ വെല്ലുവിളിച്ച് മന്ത്രിമാർ നടത്തിയ നിയമനത്തിൽ ലീഗ് നേതൃത്വം ഇടപെടണം എന്നാണ് ആവശ്യം. പേഴ്സണൽ സ്റ്റാഫ് നിയമനത്തിൽ പാർട്ടി പട്ടിക മറികടന്ന് മന്ത്രിമാർ നിയമനം നടത്തുന്നതിൽ മുസ്ലിം ലീഗിലും പോഷക സംഘടനകളിലും നേരത്തെ അമർഷമുണ്ടായിരുന്നു. അതിനിടയിലാണ് MSF മലപ്പുറം ജില്ലാ കമ്മിറ്റി പ്രമേയം അവതരിപ്പിച്ചത്. കഴിഞ്ഞ 10 വർഷം സമരം ചെയ്തും ജയിൽവാസമനുഷ്ഠിച്ചും മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങിയും പാർട്ടി പ്രവർത്തനം നടത്തിയവരെ മനഃപൂർവ്വം മാറ്റി നിർത്തി. രാഷ്ട്രീയ ബോധ്യമോ പാർട്ടിക്കൂറോ ഇല്ലാത്തവരെ പേഴ്സണൽ സ്റ്റാഫിൽ തിരികെ കയറ്റിയെന്നാണ് പ്രമേയത്തിലെ കുറ്റപ്പെടുത്തൽ. MSF, യൂത്ത് ലീഗ്, KSTU, CKCT തുടങ്ങി പോഷക സംഘടനകൾ സമർപ്പിച്ച ശുപാർശകൾ മന്ത്രിമാർ തള്ളി. പേഴ്സണൽ സ്റ്റാഫ് നിയമനങ്ങളെ സുതാര്യമാക്കാൻ പാർട്ടി ചുമതലപ്പെടുത്തിയ PMA സലാം, റഷീദ് അലി തങ്ങൾ എന്നിവരടങ്ങുന്ന ഉപസമിതിയെ നോക്കുകുത്തിയാക്കി എന്നിങ്ങനെയുള്ള കടുത്ത വിമർശനവുമുണ്ട്. എന്നാൽ എല്ലാവരെയും തൃപ്തിപ്പെടുത്തി മുന്നോട്ട് പോകാൻ കഴിയില്ലെന്നായിരുന്നു മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി P. അബ്ദുൽ ഹമീദിന്റെ പ്രതികരണം. ഇത് മന്ത്രിമാരുടെ സ്റ്റാഫിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റാണ്. അതിന് പറ്റുന്ന ആൾക്കാരല്ലേ നമുക്ക് സ്റ്റാഫിലേക്ക് എടുക്കാൻ പറ്റുള്ളൂ. മന്ത്രിമാരൊക്കെ പുതിയ ആൾക്കാരാണ്. അപ്പോൾ കഴിയുന്നതും പരിചയസമ്പന്നരും അതോടൊപ്പം തന്നെ നല്ല പ്രൊഫഷണൽസും ഒക്കെ മന്ത്രിമാരുടെ സ്റ്റാഫിൽ ഉണ്ടാവേണ്ടതുണ്ട്. എല്ലാവരെയും തൃപ്തിപ്പെടുത്താൻ എന്തായാലും നമുക്ക് സാധിച്ചോളുന്നില്ല. PM ശ്രീ പദ്ധതിയിൽ നിന്ന് സർക്കാർ പിന്മാറണമെന്നാവശ്യപ്പെട്ടും MSF പ്രമേയം അവതരിപ്പിച്ചു. 24 തിരൂർ. സാമ്പത്തിക പ്രതിസന്ധിയിൽ വീർപ്പുമുട്ടി സപ്ലൈകോയ്ക്ക് 4169 കോടിയുടെ കടബാധ്യതയെന്നാണ് വിവരാവകാശ രേഖ. വിതരണക്കാർക്ക് മാത്രം നൽകാൻ കോടികളുടെ ബാധ്യതയും. സർക്കാർ സഹായം ലഭ്യമാകുന്നത് കുറവെന്നാണ് ആക്ഷേപം. 24 ബിഗ് ബ്രേക്കിംഗ്. ഓണക്കാലമായതോടെ ഉണർന്നു പ്രവർത്തിക്കേണ്ടുന്ന സ്ഥാപനമാണ് സപ്ലൈകോ.
എന്നാൽ സാമ്പത്തിക പ്രതിസന്ധിയിൽ ശ്വാസം മുട്ടുകയാണ് സംസ്ഥാനത്തെ പൊതുവിതരണ ശൃംഖലയുടെ നട്ടെല്ലായ സപ്ലൈകോ. സപ്ലൈകോയ്ക്ക് 4169 കോടിയുടെ കടബാധ്യതയെന്നാണ് വിവരാവകാശ രേഖ വ്യക്തമാക്കുന്നത്. 432 കോടി രൂപ വിതരണക്കാർക്കും നൽകാനുണ്ട്. ഉപഭോക്തൃ സംസ്ഥാനമായ കേരളത്തിൽ സാധനങ്ങൾ വാങ്ങിച്ച് വിതരണം ചെയ്യുന്ന ഒരു ഇടനിലക്കാരനായി മാത്രം മാറുകയാണ് സപ്ലൈകോ. സംസ്ഥാനത്ത് കൃഷി വകുപ്പും മറ്റ് വകുപ്പുകളും ഉൽപാദന മേഖല ശക്തിപ്പെടുത്തിയില്ലെങ്കിൽ ഈ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് സപ്ലൈകോ പോകും. മാത്രമല്ല ജീവനക്കാരെല്ലാവരും ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോകുന്നൊരവസ്ഥയുണ്ടാവും. FMCG, ശബരി ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾ, ശബരി വെളിച്ചെണ്ണ, സബ്സിഡി സാധനങ്ങൾ, പഞ്ചസാര തുടങ്ങിയ വിഭാഗങ്ങളിലായി നിരവധി ചെറുകിട വൻകിട സ്ഥാപനങ്ങൾക്കാണ് സപ്ലൈകോ തുക കൈമാറാനുള്ളത്. വലിയ പ്രതിസന്ധിയിൽ നിൽക്കുമ്പോഴും സർക്കാർ നൽകുന്ന തുക വളരെ കുറവെന്നാണ് വിതരണക്കാരുടെ ആക്ഷേപം. കഴിഞ്ഞ 10 വർഷത്തിനിടെ LDF സർക്കാർ നൽകിയത് 1813 കോടി രൂപ മാത്രം. സർക്കാർ അനുവദിക്കുന്ന തുക പഴയ കടങ്ങൾ തീർക്കാനാണ് ഇപ്പോൾ മാറ്റിവെക്കുന്നത്. കോവിഡ് കാലത്തെ പ്രതിസന്ധിയിൽ നിന്ന് ഇതുവരെ സപ്ലൈകോയ്ക്ക് കരകയറാനായിട്ടില്ല. വിപണിയിലെ വിലക്കയറ്റം തടയാൻ പ്രധാനമായി ഇടപെടുന്ന സപ്ലൈകോയ്ക്ക് അധിക സാമ്പത്തിക ധനസഹായം സർക്കാർ നൽകണം. എങ്കിൽ മാത്രമേ ഈ പ്രതിസന്ധിയിൽ നിന്ന് സപ്ലൈകോയ്ക്ക് കരകയറാൻ കഴിയൂ. ശ്രീധർ, 24, തിരുവനന്തപുരം. അൻസിബ ഹസന്റെ പരാതിയിൽ നടി ലക്ഷ്മി പ്രിയക്കെതിരെ കേസെടുക്കാൻ കോടതി നിർദ്ദേശം. ലക്ഷ്മി പ്രിയയുടെ ഭർത്താവ് ജയേഷ്, വനിതാ SI രേഷ്മ എന്നിവർക്കെതിരെയും കേസെടുക്കാൻ തൃപ്പൂണിത്തുറ മാജിസ്ട്രേറ്റ് കോടതി നിർദ്ദേശം നൽകി. വ്യാജ പരാതിയുടെ മറവിൽ മാനസികമായി പീഡിപ്പിച്ചു എന്നാണ് അൻസിബ ഹസന്റെ പരാതി. തൃക്കാക്കര SCP കഴമ്പിൽ എന്ന് പറഞ്ഞ പരാതിയിലാണ് കോടതി കേസെടുക്കാൻ പോലീസിന് നിർദ്ദേശം നൽകിയത്. പോലീസ് സ്റ്റേഷനിൽ തന്നെ നിയമവിരുദ്ധമായി തടഞ്ഞുവെക്കുകയും ഔദ്യോഗിക രേഖകളിൽ തിരുത്തൽ വരുത്തുകയും ചെയ്തു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് അൻസിബ കോടതിയെ സമീപിച്ചത്. ഇന്നലെ അൻസിബയുടെ മൊഴിയെടുത്തിരുന്നു. ഇതിനു പിന്നാലെയാണ് കോടതി കേസെടുക്കാൻ നിർദ്ദേശിച്ചത്. ഉത്തരവിന്റെ പകർപ്പ് ലഭ്യമായ മുറയ്ക്ക് കേസ് രജിസ്റ്റർ ചെയ്യും. നേരത്തെ അൻസിബ ടിനി ടോമിനെതിരെ നൽകിയ പരാതിയിൽ കോടതി നിർദ്ദേശപ്രകാരം കേസെടുത്തിരുന്നു. ലക്ഷ്മിപ്രിയക്കും ശ്വേതാമേനോനുമെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് മറ്റൊരു സ്വകാര്യ അന്യായം കൂടി അൻസിബ എറണാകുളം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഫയൽ ചെയ്തിട്ടുണ്ട്. 24, കൊച്ചി. സിനിമാ മേഖലയിലേക്ക് അനാവശ്യമായി BJPയെ വലിച്ചിഴക്കരുതെന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി S സുരേഷ്. ഇടനിലക്കാരെ വെച്ച് കോടികൾ കൊടുത്ത ആളുകളെ വശത്താക്കേണ്ട ഗതികേട് BJPക്കില്ല. സിനിമാ മേഖലയിൽ ഇരിക്കുന്ന സിനിമാ മുഖം മൂടി വെച്ച രാഷ്ട്രീയക്കാർ മാന്യത പാലിക്കണം. പ്രതികരിച്ചു തുടങ്ങിയാൽ പലരുടെയും മുഖംമൂടി പിച്ചിച്ചിന്തപ്പെടുമെന്നും S സുരേഷ് പറഞ്ഞു. ഇടനിലക്കാരെ വച്ച് കോടികൾ കൊടുത്ത് സിനിമാക്കാരെ വശത്താക്കേണ്ട ഗതികേട് ഇന്ത്യ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയായിട്ടുള്ള BJPക്കില്ല. രാഷ്ട്രീയ ഇടപെടൽ വേണ്ട എന്ന മാന്യമായ പക്വതയുള്ള ഒരു സമീപനമാണ് ഇന്നേ വരെ കേരളത്തിലെ സിനിമാ മേഖലയിലുള്ള പ്രശ്നങ്ങളിൽ BJP അവലംബിച്ചിട്ടുള്ളത്. Golcano in association with Mather Eagles FC, Kerala. ഫിഫ ലോകകപ്പിൽ പാരഗ്വേയെ തോൽപ്പിച്ച് മുൻ ചാമ്പ്യന്മാരായ ഫ്രാൻസ് ക്വാർട്ടറിൽ കടന്നു. കാനഡയ്ക്കെതിരെ മിന്നും ജയവുമായി മൊറോക്കോയും അവസാന 8-ലെത്തി. പാരഗ്വേയുടെ പ്രകോപനവും പ്രതിരോധവും പൊളിച്ച ഫ്രാൻസ് അവസാന 8. ഈ ലോകകപ്പിലെ ഏറ്റവും മികച്ച ഗോളടി സംഘത്തെ എങ്ങനെയും തടഞ്ഞു നിർത്തുക. പാരഗ്വേയുടെ പ്ലാൻ എയും പ്ലാൻ ബിയും പ്ലാൻ സിയുമെല്ലാം ഇതൊന്നു മാത്രം. പാരഗ്വേ പണിത മതിലിൽ വിള്ളലുണ്ടാക്കാനുള്ള ഡെംബലയുടെയും ഒലിസയുടെയും ശ്രമങ്ങളെല്ലാം പാളി. നുഴഞ്ഞുപോയ കിലിയൻ കൊടുങ്കാറ്റിനെ ഒർലാൻഡോ ഗിൽ എന്ന വൻമതിലും ചേർത്തു. കോട്ട പൊളിക്കാനുള്ള ഫ്രഞ്ച് ശ്രമങ്ങൾക്കിടെ കളി പരുക്കനായി. കളിക്കാർ കൊമ്പ് കോർത്തു. റഫറിക്കും പിടിപ്പത് പണിയായി. ഒടുവിൽ മത്സരത്തിന്റെ 66-ാം മിനിറ്റ് പന്തുമായി ബോക്സിലേക്ക് പാഞ്ഞുകയറിയ ഡെസിറെ ഡുവോയെ തടയാനുള്ള ഡീഗോ ഗോമസിന്റെ ശ്രമം ചെറുതായെന്ന് പാളി. റഫറി പെനാൽറ്റി സ്പോട്ടിലേക്ക് വിരൽ ചൂണ്ടി. കിക്കെടുത്തത് കിലിയൻ എംബാപ്പെ. ഗില്ലിനെ ഒരു വഴിക്ക് വിട്ട മറുവശത്തേക്ക് പന്തടിച്ചു കയറ്റി ഫ്രഞ്ച് നായകൻ. പാരഗ്വേ പ്രതിരോധം പൊളിഞ്ഞ ഒരേ ഒരു നിമിഷം. ഫ്രഞ്ച് പടയുടെ വിജയ നിമിഷം. കാനഡയെ 3 ഗോളിൽ മുക്കി മൊറോക്കോയും മുന്നോട്ട്. ഗോളൊഴിഞ്ഞു നിന്ന ആദ്യ പകുതിക്ക് ശേഷം അസദീൻ ഔനാഹി അവതരിച്ചു.
ഒന്നല്ല 2 തവണ. ഇഞ്ചുറി ടൈമിലെ സൂഫിയാൻ റഹീമിയുടെ ഫിനിഷിംഗ് ടച്ച് കൂടിയായപ്പോൾ മാർവലസ് മൊറോക്കോ തുടർച്ചയായ 2ാം ലോകകപ്പിലും ക്വാർട്ടറിൽ. ഈ നേട്ടം കൈവരിക്കുന്ന ആദ്യ ആഫ്രിക്കൻ രാജ്യം. വേൾഡ് കപ്പ് ഡെസ്ക് 24. ഫിഫ ലോകകപ്പിൽ ക്വാർട്ടർ ലക്ഷ്യമിട്ട് ബ്രസീൽ കളത്തിലേക്ക്. രാത്രി 1:30 നടക്കുന്ന മത്സരത്തിൽ നോർവേയാണ് എതിരാളികൾ. ഇന്ത്യൻ സമയം നാളെ പുലർച്ചെ 5:00 നടക്കുന്ന മറ്റൊരു മത്സരത്തിൽ ഇംഗ്ലണ്ട് മെക്സിക്കോയെ നേരിടും. ബോളിവുഡ് താരം ആമിർ ഖാൻ വീണ്ടും വിവാഹിതനാകുന്നു. മുംബൈയിലെ വസതിയിൽ വെച്ച് ലളിതമായ ചടങ്ങുകളോടെയാണ് വിവാഹം. ബംഗളൂരു സ്വദേശിയായ ഗൗരി സ്പ്രാട്ടയാണ് വധു. 1.5 വർഷമായി ഇരുവരും പ്രണയത്തിലായിരുന്നു. ബോളിവുഡ് സിനിമാ താരം ആമിർ ഖാനും ഗൗരിക്കും ഇത് പ്രണയ സാഫല്യം. ഏറെ നാളത്തെ പ്രണയത്തിനൊടുവിൽ ഇരുവരും വിവാഹിതരാവുകയാണ്. ആർഭാടങ്ങളില്ലാതെ മുംബൈയിലെ വസതിയിൽ വെച്ചാണ് വിവാഹം. സുഹൃത്തുക്കളും അടുത്ത ബന്ധുക്കളും ഉൾപ്പെടെ 150 അതിഥികൾ മാത്രമേ ചടങ്ങിൽ പങ്കുചേരുകയുള്ളൂ. സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരമാണ് ആമിർ ഗൗരിയെ വിവാഹം കഴിക്കുക. തന്റെ സ്വകാര്യ ജീവിതം എപ്പോഴും മാധ്യമങ്ങളിൽ നിന്ന് മാറ്റി നിർത്താൻ ആഗ്രഹിക്കുന്ന താരമാണ് ആമിർ ഖാൻ. അതുകൊണ്ട് തന്നെ അതീവ രഹസ്യമായും ലളിതമായും ചടങ്ങുകൾ തീർക്കാനാണ് ഇരു കുടുംബങ്ങളും തീരുമാനിച്ചിരിക്കുന്നത്. बस दोनों फैमिलीज हैं, कुछ खास दोस्त हैं, छोटा सा घर पे ही कर रहे हैं हम लोग और सबकी दुआएं चाहेंगे हम सबकी. सब लोग आप लोग ब्लेसिंग्स दें, प्रार्थना दें. ഗൗരിയും ആമിറും പ്രണയത്തിലാണെന്ന വാർത്ത സോഷ്യൽ മീഡിയയിൽ വൈറലായതോടെ താരം തന്നെ നേരിട്ടെത്തിയാണ് പ്രണയവിവരം പങ്കുവച്ചത്. കഴിഞ്ഞ വർഷം മുംബൈയിൽ വെച്ച് നടന്ന പിറന്നാൾ ആഘോഷത്തിലാണ് ആമിർ തന്റെ ബന്ധം പരസ്യമാക്കിയത്. 25 വർഷമായി ഗൗരിയെ അറിയാമെന്നും 1.5 വർഷമായി പ്രണയത്തിലാണെന്നും ആമിർ ആരാധകരെ അറിയിച്ചു. എന്റർടൈൻമെന്റ് ഡെസ്ക് 24. ഇതോടെ 1 PM ന്യൂസ് പൂർത്തിയാവുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.